അച്ഛൻ എടുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടാം. ചേച്ചി, ആളുകളെ ഒന്നും വിളിക്കണ്ട. ആരെങ്കിലും ഉണ്ടോന്ന് കൺഫേം ചെയ്തിട്ട് മതി. നീ കൺഫേം ചെയ്തോണ്ടിരിക്കെ. തല തല്ലി പൊളിച്ചിട്ട് വന്നവൻ രക്ഷപ്പെടട്ടെ. ഞാൻ നന്ദുവിനെ ഒന്ന് വിളിക്കട്ടെ. ഫോൺ റൂമിലായിരിക്കുന്നത്. എന്താ ചേച്ചി? കണ്ടോ, മുകളിൽ ആരോ ഓടുന്നു. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, നീ പോണ്ട. നോക്കട്ടെ ചേച്ചി. ദേവികേ, ചേച്ചി പേടിക്കണ്ട. അച്ഛാ, അച്ഛനത് എവിടെയാ? ദേവികേ, നന്ദു ഫോൺ എടുക്കുന്നില്ല. ഞാൻ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. നീ എന്ത് ധൈര്യത്തിൽ ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ ആരും ഉണ്ട് ദേവികെ, ഉറപ്പാ. ഒരു നിഴല് പോലും ഞാൻ കണ്ടതാ. ശരിക്കും കണ്ടോ? ശരിക്കും ഇവിടെ ആരോ വന്നിട്ടുണ്ട് ദേവികെ. നമ്മൾ ഇനി എന്ത് ചെയ്യും? അന്ന് അമ്മ ആരോ ആക്രമിക്കാൻ വന്നില്ലേ, അതുപോലെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ എത്രയും വേഗം പോലീസിൽ വിവരം അറിയിക്കട്ടെ. ദേവികെ വന്നേ. അവിടെ ആരുമില്ല ചേച്ചി, ഞാൻ നോക്കിയതാ. ചേച്ചി വാ, ഇവിടെ നോക്കാം. അവൻ എന്തു പറഞ്ഞു? അവൻ ഇന്ന് അവരെ തീർക്കും. അത് നേരാ, ഉറപ്പാ. അവന്റെ അമ്മയാണല്ലോ. എടുക്ക്. ഹലോ ആന്റി. ഹലോ രാജേഷേ, റഷ്യ എടുത്തുണ്ടോ? ഇല്ല ആന്റി, അവനൊന്നും കണ്ടില്ല. ആന്റിയുടെ കള്ളം പറയരുത്. അവൻ എവിടെയാ? ഒന്ന് പറ. സത്യമായിട്ട് അറിയില്ല ആന്റി. എന്താ ആന്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മഹേഷിനെ സോജനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആന്റി. സോജനെയൊക്കെ വിളിച്ചു, ആർക്കും അവൻ എവിടെയാന്ന് അറിയില്ല. ആന്റി, ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തെങ്കിലും സൂചനയായിട്ട് ഞാൻ ആന്റി അറിയിക്കാം. ശരി. എന്താടാ? ആ ചേട്ടാ, ഞാനിവിടെ ദാമോദരൻ ചേട്ടൻ്റെ വീട്ടിലുണ്ട്. അതെ, സ്ഥാനാർത്ഥി ഗിരീഷും ഒക്കെ ഉണ്ട്. ആ ശരി. അദ്ദേഹം കുറച്ചു നാളായിട്ട് കിടപ്പിലായിരുന്നു അല്ലേ? അതെ മാഡം, പണ്ട് കുറെ പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്ത ആളാ. കുറച്ചു കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവൊക്കെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി, വരുന്ന ആൾക്കാരോടൊക്കെ നന്നായിട്ട് സംസാരിക്കണേ.
ഒരു മിനിറ്റ്. രജനിയാണല്ലോ. ആണോ? ആ, എന്താ മോളെ? അമ്മ അമ്മ ഇപ്പൊ എവിടെയാ? മരണ വീട്ടിലാ. എന്താ മോളെ? ഗിരിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അമ്മ പെട്ടെന്നൊന്ന് ഗിരിയെ വിളിച്ചോണ്ട് വീട്ടിലോട്ട് വാ. കാര്യം എന്താ? അമ്മ, നമ്മളെ വീട്ടിനുള്ളിൽ ആരോ കടന്നിട്ടുണ്ട്. വേഗം വാ. എന്താ മേഡം? നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോണം. എന്തു പറ്റി? പറയാം. അതെ, ഞങ്ങളൊന്ന് ഇറങ്ങാം. ആ, അത്യാവശ്യം അതാ. ശരി ശരി. വാ. ദേവിക, വാ, നമുക്ക് താഴേക്ക് പോവാം. അയൽവക്കത്തുള്ള എല്ലാവരെയും വിളിക്കാം. വാ വാ. നന്ദു വിളിക്കുന്നേ. ചേച്ചി ചെല്ല്, ഞാൻ ഇന്ന് എടുക്കട്ടെ. ശരി ശരി, നീ ഈ റൂമിൽ ഓക്കെ ചെയ്തേക്കണേ. ആ ശരി. ആ ദേവി, നന്ദു, എന്താ ദേവി വിളിച്ചേ? നന്ദു, ഇവിടെ നമ്മുടെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്നാ രജനി ചേച്ചി പറയുന്നേ. ആര്? നീ എന്തേ പറയുന്നേ? നന്ദു, ടെൻഷൻ ആവണ്ട. ചിലപ്പോ ചേച്ചിക്ക് തോന്നിയതാവും. ശരി, ഞാനിപ്പോ തന്നെ അച്ഛനെ വിളിച്ച് അങ്ങോട്ട് വരാം. ആ ശരി. ചേച്ചി, ഋഷി, സത്യ ചേട്ടാ പറയുന്നേ. അകത്തേതോ അക്രമി അതിക്രമിച്ച് കയറിയിരിക്കുക. വാടാ, കയറി നോക്കാം. വേണ്ട, പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോ വരും. ഋഷി, എന്താ ഇത്? ഋഷി, ഋഷി, എന്താ പറ്റിയേ? എങ്ങനെയാ ഇവിടെ? അയ്യോ ഋഷി, വാ. അയ്യോ ഋഷി, എന്താ പറ്റിയത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അയ്യോ ഋഷി, ഋഷി, ഋഷി. ഈ ഡോർ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ പൂട്ടിക്കഴിഞ്ഞു. ഇതിലൂടെ അവന് പുറത്തിറങ്ങാൻ പറ്റും. മോളെ, ഇവിടെ വേറെ ആരുമില്ലേ? ഉണ്ട്, ദേവികയുണ്ട്. അവളോട് ഞാൻ റൂം അടിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഋഷി, 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 എനിക്ക് ഋഷി, ഋഷി. ഋഷി, 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 എഴുന്നേക്ക്. ഋഷി, എന്താ? അയ്യോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്കവരെ കാണണം. നീ എന്തായി പറയുന്നേ? ആരെ കാണണമെന്ന്? ഞാൻ വന്നത് എന്തിനാണെന്നോ? അവരെ കൊല്ലാൻ. പ്രഭാവതിയെ. ഈശ്വര, അന്നെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? പിന്നെ എന്തിനാ നീ അമ്മയുടെ പുറകെ വരുന്നേ? ജീവൻ വേണമെങ്കിൽ നീ ഇറങ്ങിപ്പോ. ഇല്ല, ഞാൻ പോവില്ല. ഋഷി,
ഋഷി പറയുന്ന കേക്ക്. ഹലോ അച്ഛ, പേടിക്കണ്ട. അയൽപക്കത്തുള്ള ആളുകളെല്ലാം ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവനകത്തുണ്ട്. അച്ഛൻ പെട്ടെന്ന് വാ. മോളെ ഞങ്ങളൊന്ന് നോക്കാം. നിങ്ങക്ക് അവനെ പിടിക്കാൻ പറ്റുമെങ്കിൽ നോക്ക്. ദാ, വേണ്ട ഏട്ടാ, പോലീസ് വരട്ടെ. ഓ അന്നവരെ വിട്ടയക്കുമ്പോ ഒരു കരാറുണ്ടായിരുന്നു. ദേവിക്കെതിരെ തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പാടില്ല. ആ കോൺട്രാക്ട് അവർ ബ്രേക്ക് ചെയ്തു. അവരെ തീർക്കും ഞാൻ. എനിക്കെതിരെ അമ്മ മത്സരിക്കുന്നതിൽ നീ ഇടപെടണ്ട. ഞാൻ ഇടപെടും. ഈ തെരഞ്ഞെടുപ്പില് ദേവിക്കെതിരെ ആരും മത്സരിക്കണ്ട. ഋഷി, എനിക്ക് ജീവിതം തന്ന ആളാ ദേവിക. ദേവിക്ക് ആരും എതിർക്കണ്ട. ഇത് വലിയ കഷ്ടമായല്ലോ. ഋഷി, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഒന്ന് പോണം. ദേവികോട് ഇഷ്ടമുള്ളതുകൊണ്ടാ ഞാൻ പോവില്ലെന്ന് പറയുന്നത്. ഋഷി, നിങ്ങളൊക്കെ വന്നപ്പോഴൊരു ധൈര്യം വന്നത്. ഇനി അവൻ രക്ഷപ്പെടില്ല. മോളെ ദേ സാറ് വന്നു. ആ എന്താ അച്ഛ, ഒരുത്തൻ ഇതിനകത്തുണ്ട്. മോളെ നീ ആളെ കണ്ടോ? ഒരു മിന്നായം പോലെ കണ്ടു. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട അച്ഛ, പോലീസ് വരട്ടെ. ഋഷി, ഋഷി, ഋഷി. ഋഷി, ദാ. ഋഷി, നീ ഒന്ന് ഇറങ്ങിപ്പോയേ. സാറ് ടെൻഷൻ ആവണ്ട, ലോക്കൽ ചാനലൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഋഷി, ഞാൻ ഓക്കെ. ഞാൻ അവരെ കൊല്ലും. ഋഷി, നിന്നോട് പോവാനാ പറഞ്ഞേ. രജനി ചേച്ചി ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അവരൊക്കെ വന്നാ ഇവിടെ എന്താ നടക്കാന്ന് അറിയാലോ. ദേവിക എവിടെ? ദേവിക അവളുടെ റൂമിലുണ്ട്. അത് ശരി, അവളെ ഒറ്റയ്ക്കാക്കിട്ടാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? അവള് റൂമിലാ. അച്ഛ, പോലീസ് വരട്ടെ, എനിക്ക് പേടിയാവുന്നു. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അവളെന്തെങ്കിലും ചെയ്താലോ? എന്താ സാർ, ആരാ അകത്തുള്ളത്? ഏതോ ഒരുത്തൻ കള്ളനാണെന്നാ മോള് പറയുന്നത്. കള്ളനല്ല സർ, ക്രിമിനൽ ആവും. അന്ന് അമ്മയെ ആക്രമിച്ചതിന് അവനാ സാധ്യത. ഇറങ്ങി പോവാൻ. വന്നേ. ഋഷി, നിന്നോട് വരാനാ പറഞ്ഞേ. വരാൻ. ഋഷി, വരാനാ പറഞ്ഞേ. സർ സർ, എന്താ സർ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വല്ലതുമാണോ? ഗുണ്ടകൾ വീട്ടിൽ കയറിയെന്നാണല്ലോ കേട്ടത്. ആരാ എന്താണെന്നറിയില്ല. വാടോ നോക്കാം. സർ, മോളെ, മോളെ, അമ്മ എന്താ ഇവിടെ? സിദ്ധു, എന്താ പ്രശ്നം? ഏതോ ഒരു ക്രിമിനൽ അകത്തുണ്ടെന്ന്. ദേവിക എവിടെ? അകത്തുണ്ട്. വരാൻ. വരാനല്ലേ പറഞ്ഞേ. വാ.
വാ. ആ നിങ്ങൾ വാ. വാ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ? വരാൻ. വാ, ഇങ്ങോട്ട് വന്നേ. ഇറങ്ങിയോടാ. നീ ഏതാടാ? ഞാൻ അത് ചോദിച്ചത് കേട്ടില്ലേ? സർ, ഇത് എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടോ? അതല്ല ദേവിക, വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിക്രമിച്ച് കയറിയതൊന്നുമല്ല. ഇത് എന്റെ ഫ്രണ്ടാ, ഋഷി. ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അച്ഛാ, നന്ദനോടെ? അവൻ വരും ഇപ്പൊ. ചേച്ചി, അങ്ങനെ പറയാതെ. ഇവൻ എന്നെ കാണാൻ വന്നതാ. കാണാൻ വന്നത്? മിണ്ടിപ്പോവരുത്. ഇത് നിന്റെ കള്ളകാമുകം തന്നെയാ. സർ, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? സർ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോളൂ. അമ്മേ, ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ഒന്നും വേണ്ട സർ, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് സോറി. നിങ്ങൾ പൊയ്ക്കോളൂ. ശരി സർ. മാഡം, സത്യത്തിൽ ആരാ അയാൾ? നിങ്ങളൊന്ന് പുറത്തു പോവോ പ്ലീസ്? പോകാൻ. മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ വീട്ടിലാണ് സംഭവം അരങ്ങേറിയത്. VDF സ്ഥാനാർത്ഥി ദേവികയെ കാമുകനോടൊപ്പം സ്വന്തം വീട്ടിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും തടഞ്ഞുവെച്ചു. നന്ദു എവിടെയാ? ഞാൻ അച്ഛനൊത്ത് 1-2 ആൾക്കാരെ കാണാൻ ഇറങ്ങിയതാ. അച്ഛൻ അങ്ങോട്ട് എത്തിയില്ലേ? എനിക്ക് മറ്റൊരിടത്തേക്ക് പോകാനുണ്ടായിരുന്നു. നന്ദു, ഒന്ന് വേഗം വാ. ഇവിടെ കുറെ പ്രശ്നങ്ങൾ നടക്കുക. എന്താ ദേവി? ഗിരീഷേട്ടന്റെ ചേച്ചിയുടെ ഒക്കെ കോള് വന്നായിരുന്നു. ഞാൻ തിരിച്ചെന്ന് പറഞ്ഞപ്പോ കട്ട് ചെയ്തു. ഋഷി നമ്മുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രശ്നോ? എന്താ കാര്യം? അമ്മയെ അപായപ്പെടുത്താനാ വന്ന്. രജനി ചേച്ചി ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി ആൾക്കാരെയും പോലീസിനൊക്കെ വിളിച്ചുകൂട്ടി. ആകെ കുഴപ്പമായി. അവിടെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? ഉണ്ട്. ആളുകളൊക്കെ പോയി. ഋഷി വന്നത് എന്നെ കാണാനാന്ന ചേച്ചിയുടെ ആരോപണം. ഞങ്ങള് തമ്മില്. ദേവി, നീ പേടിക്കണ്ട, ഞാൻ അതാ വരുന്നു. ഋഷിയെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ എന്തിനാ വിഷമിക്കുന്നേ? എനിക്കറിയാലോ എല്ലാം.
ഞാൻ നോക്കിക്കോളാം. ശരി നന്ദു.